ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോസ് കാപ്പൻ. എല്ലാവർക്കും കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന നമ്മുടെ സീരീസിലെ 8ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സീരീസിലൂടെ എക്സാമിന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ ചോദ്യമാണ് നമ്മൾ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അങ്ങനെ 7 പാർട്ടുകൾ ഓൾറെഡി കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാമത്തെ പാർട്ടാണ്. ഇതിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു മോഡൽ ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 എന്നതാണ്. ഈ ഓരോ സംഖ്യയോടും 6 വീതം കൂട്ടിയപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:5 എന്നതായി. എങ്കിൽ സംഖ്യകൾ ഏവ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതായത് 2 സംഖ്യകളുടെ അംശബന്ധം ഇവർ തന്നിട്ടുണ്ട്. 2 സംഖ്യകളുടെ അംശബന്ധം 3:4 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സംഖ്യകളുടെ അംശബന്ധം 3:4 ആയിരുന്നു. 3:4 എന്ന റേഷ്യോയിലായിരുന്നു ആ സംഖ്യകൾ. ഈ 2 സംഖ്യകളോടും 6 വീതം കൂട്ടി. ആദ്യത്തെ സംഖ്യയോടും രണ്ടാമത്തെ സംഖ്യയോടും 6 വീതം കൂട്ടി. അങ്ങനെ 2 സംഖ്യകളോടും 6 കൂട്ടിയപ്പോൾ പുതിയ 2 സംഖ്യകൾ വന്ന് കാണും അല്ലേ? അവയുടെ അംശബന്ധം 4:5 എന്നതാണ്. എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യകൾ ഒറിജിനൽ നമ്പേഴ്സ് ഏതായിരുന്നു എന്ന ചോദ്യം. ക്വസ്റ്റ്യൻ വ്യക്തമാണോ? 2 സംഖ്യകളുണ്ട്, അവയുടെ അംശബന്ധം 3:4 ആണ്. ആ 2 സംഖ്യകളോടും 6 വീതം കൂട്ടിയപ്പോൾ അവയുടെ അംശബന്ധം 4:5 എന്നായി മാറി. എങ്കിൽ ആ സംഖ്യകൾ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമല്ലേ? എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യുന്നേ? നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ആദ്യത്തെ 2 സംഖ്യകൾ 3:4 എന്ന റേഷ്യോയിലായിരുന്നു. ഈ 2 സംഖ്യയോടും കൂട്ടിയത് 6. അങ്ങനെ 2 സംഖ്യയോടും 6 കൂട്ടിയപ്പോൾ 3 എന്ന റേഷ്യോയിലുള്ള സംഖ്യ 4 എന്ന റേഷ്യോയിലേക്കായി മാറി. 4 എന്ന റേഷ്യോയിലുള്ള സംഖ്യ 5 എന്ന റേഷ്യോയിലേക്കായി മാറി. അതായത് രണ്ടിടത്തും ഒരു റേഷ്യോ കൂടി അല്ലേ? രണ്ടിടത്തും ഒരു റേഷ്യോ കൂടി. 3 4 4 5 ഒരു റേഷ്യോയുടെ വർധനമാണ് രണ്ടിടത്തും ഉണ്ടായത് അല്ലേ? അതായത് റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 6. അതായത് 6 കൂട്ടിയപ്പോൾ ആ റേഷ്യോയിൽ 1ന്റെ വർധന ഉണ്ടായത്. അപ്പൊ റേഷ്യോയുടെ 1 ആക്ച്വൽ ആയിട്ടുള്ള അത്രയാ 6 അപ്പൊ റേഷ്യോയുടെ 3 ആക്ച്വൽ ആയിട്ടുള്ള 18 അല്ലേ? റേഷ്യോയുടെ 1 ആക്ച്വൽ ആയിട്ടുള്ള 6. അപ്പൊ റേഷ്യോയുടെ 3 ആക്ച്വൽ ആയിട്ടുള്ള 18 റേഷ്യോയുടെ 4 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 24 അപ്പൊ സംഖ്യകൾ ആക്ച്വൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 18ഉം 24. ഞാൻ ചെയ്തത് മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ 3:4 ആയിരുന്നു റേഷ്യോ. 2 സംഖ്യയോടും 6 കൂട്ടി. അപ്പോൾ 4:5 എന്ന റേഷ്യോയിലേക്ക് മാറി. ഇത് നോക്കിയാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. 3 എന്ന റേഷ്യോ 4 ആയിട്ട് മാറി. 4 എന്ന റേഷ്യോ 5 ആയിട്ട് മാറി. അതായത് ഒരു റേഷ്യോയുടെ വർധനവ് ഉണ്ടായി. എത്ര കൂട്ടിയപ്പം? 6 കൂട്ടിയപ്പം. അപ്പൊ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 6 എന്ന നമ്പറാണ്. റേഷ്യോയുടെ 1 ആക്ച്വൽ ആയിട്ടുള്ള 6. അപ്പൊ റേഷ്യോയുടെ 3 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 18ഉം റേഷ്യോയുടെ 4 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 24 എന്ന നമ്പരുമാണ്. അപ്പം സംഖ്യകൾ 18ഉം 24ഉമായിരുന്നു. കണ്ടോ? ഈ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് വരുന്ന കണക്കുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നോർമലി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ലെങ്തിയാണ്. ജസ്റ്റ് ഒന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ നമ്പർ 3x എന്ന് എടുത്തു, അതിനോട് 6 കൂട്ടുമ്പോൾ 3x + 6. അടുത്ത നമ്പർ 4x എന്ന് എടുത്തു, അതിനോട് 6 കൂട്ടുമ്പോൾ 4x + 6. ഇതിൻ്റെ റേഷ്യോ ആണ് 4/5 അല്ലെങ്കിൽ 4:5. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് x കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നോർമലി ചെയ്യുന്നത്. ഇത് നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്തെന്ന് നോക്കി. അടുത്ത ചോദ്യം, നമ്മുടെ ചോദ്യം ഇതാണ്. 2 സംഖ്യകൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവ ഓരോന്നിനോടും 8 കൂട്ടിയപ്പോൾ അവ 6:7 എന്ന അംശബന്ധത്തിലായി. എങ്കിൽ സംഖ്യകൾ ഏവ? എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നേ? 2 സംഖ്യകളുടെ റേഷ്യോ 4:5 ആയിരുന്നു ആദ്യം. ഈ 2 സംഖ്യകളുടെ കൂടെയും 8 കൂട്ടി. 2 സംഖ്യകളുടെ കൂടെ 8 കൂട്ടി. അപ്പോൾ അത് 6:7 എന്ന റേഷ്യോയിലേക്ക് മാറി. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആദ്യത്തെ റേഷ്യോ 4:5. ആ 2 സംഖ്യകളുടെ കൂടെയാണ് 8 കൂട്ടിയത്. അപ്പോൾ അത് 6:7 എന്ന റേഷ്യോയിലേക്ക് മാറി. ഇവിടെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. 4 എന്ന റേഷ്യോ 6 ആയിട്ട് മാറി. 5 എന്ന റേഷ്യോ 7 ആയിട്ട് മാറി. അതായത് രണ്ടിടത്തും റേഷ്യോയിൽ 2ന്റെ വർധനം ഉണ്ടായി. രണ്ടിടത്തും ഒരേപോലെ വർധനം ഉണ്ടായി. 2 വർധനമാണ് രണ്ടിടത്തും ഉണ്ടായത് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി റേഷ്യോയുടെ 2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 8.
കാരണം രണ്ടിടത്തും 8 കൂട്ടിയപ്പോഴാണ് റേഷ്യോയിൽ 2ൻ്റെ വർധനവുണ്ടായത്. അപ്പോൾ റേഷ്യോയുടെ 2 ആക്ച്വലായിട്ടുള്ള 8. അപ്പോൾ റേഷ്യോയുടെ 1 ആക്ച്വലായിട്ടുള്ള 4 അല്ലേ? റേഷ്യോയുടെ 2 ആക്ച്വലായിട്ടുള്ള 8 ആണെങ്കിൽ റേഷ്യോയുടെ 1 ആക്ച്വലായിട്ടുള്ള 4. റേഷ്യോയുടെ 1 4 ആണെങ്കിൽ റേഷ്യോയുടെ 4 എന്ന് പറഞ്ഞാൽ 16ഉം റേഷ്യോയുടെ 5 എന്ന് പറഞ്ഞാൽ 5 × 4 20ഉമാണ്. മനസ്സിലായോ? റേഷ്യോയുടെ 2 8ആണെന്ന് മനസ്സിലായി. കാരണം റേഷ്യോയിൽ 2ൻ്റെ വർധനവ് രണ്ടിടത്തും ഉണ്ടായത്. എത്ര കൂട്ടിയപ്പോൾ? 8 കൂട്ടിയപ്പോൾ. അപ്പോൾ റേഷ്യോയുടെ 2 8ആണ് എങ്കിൽ റേഷ്യോയുടെ 1 4ആണ്. റേഷ്യോയുടെ 1 4 ആണെങ്കിൽ റേഷ്യോയുടെ 4 4 × 4 16ഉം റേഷ്യോയുടെ 5 5 × 4 20ഉമാണ്. അപ്പോൾ സംഖ്യകൾ 16ഉം 20ഉമാണ്. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2 സംഖ്യകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. ഇവ ഓരോന്നിനോടും 4 കൂട്ടിയപ്പോൾ സംഖ്യകൾ 7:5 എന്ന അംശബന്ധത്തിലായി എങ്കിൽ സംഖ്യകൾ ഏവ? ചോദ്യം വ്യക്തമാണല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യകളുടെ റേഷ്യോ 3:2 ആണ്. 2 സംഖ്യകൾ 3:2 എന്ന റേഷ്യോയിലാണ്. ഈ 2 സംഖ്യകളുടെ കൂടെ 4 കൂട്ടി. 2 സംഖ്യകളുടെ കൂടെ 4 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോൾ ഏത് റേഷ്യോയിലേക്ക് മാറി? 7:5 എന്ന റേഷ്യോയിലേക്ക് മാറി. എങ്കിൽ സംഖ്യകൾ ഏതായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 3:2 എന്ന റേഷ്യോയിലായിരുന്നു. 2ൻ്റെയും കൂടെ 4 കൂട്ടിയത്. അപ്പോൾ റേഷ്യോ 7:5 ആയിട്ട് മാറി. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 3 എന്ന റേഷ്യോ 7 ആയിട്ട് മാറി. അതായത് 4 റേഷ്യോയിൽ വർധനമുണ്ടായത്. 2 എന്ന റേഷ്യോ 5 ആയിട്ട് മാറി. അതായത് 3 റേഷ്യോയിൽ വർധനമുണ്ടായത്. അപ്പോൾ ഇവിടെ റേഷ്യോയിൽ 4ൻ്റെ വർധനവും ഇവിടെ റേഷ്യോയിൽ 3ൻ്റെ വർധനവും. പക്ഷേ 2 സംഖ്യകളോട് നമ്മൾ കൂട്ടിയത് 4. പക്ഷേ റേഷ്യോയിൽ ഉണ്ടായ വർധനവ് ഡിഫറൻ്റാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ചെയ്യാൻ പറ്റിയല്ല. റേഷ്യോയിൽ ഉണ്ടാകുന്ന വർധന ഒരേപോലെയാണെങ്കിൽ മുമ്പേ ചെയ്തതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ റേഷ്യോയുടെ വർധന ഒരേപോലെ അല്ല. റേഷ്യോയുടെ വർധന ഒരേപോലെ ആയിരുന്നെങ്കിൽ മുമ്പത്തെ പോലെ ചെയ്യായിരുന്നു. ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയാമോ? ഈ റേഷ്യോനെ മുഴുവൻ മാറ്റി റേഷ്യോയുടെ വർധനവ് ഒരേപോലെയുള്ള റേഷ്യോ ആക്കി മാറ്റാൻ പോവുക. ഇവിടെ റേഷ്യോയുടെ വർധനവ് 1 4 കൂടി 1 3 കൂടി. റേഷ്യോയുടെ വർധനവ് രണ്ടിടത്തും ഒരേപോലെ ആയിരുന്നെങ്കിൽ മുമ്പത്തെ പോലെ പെട്ടെന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഈ 2 റേഷ്യോനെ മാറ്റി റേഷ്യോയുടെ വർധനവ് ഒരേപോലെ ഉള്ളതാക്കാൻ പോവുക. അതെങ്ങനെയാ? ശ്രദ്ധിച്ചോ. ഇവിടെ ഈ 2 റേഷ്യോയുടെ വ്യത്യാസം എത്രയാണ്? ഈ 2 റേഷ്യോയുടെ വ്യത്യാസം 2 അല്ലേ? ആ വ്യത്യാസം കൊണ്ട് മുകളിൽ കിടക്കുന്ന റേഷ്യോനെ ഞാൻ ഗുണിക്കാൻ പോവാം. ഈ റേഷ്യോയുടെ വ്യത്യാസം 2. ആ 2 കൊണ്ട് മുകളിൽ കിടക്കുന്ന റേഷ്യോയെ ഗുണിക്കാൻ പോവാം. അപ്പോൾ എന്തായി പിള്ളേരെ? 6:4 എന്നാകും. 2 കൊണ്ട് 2 റേഷ്യോനെ ഗുണിക്കുമ്പോൾ 6:4 അല്ലേ? ഇനി മുകളിൽ കിടക്കുന്ന റേഷ്യോയുടെ വ്യത്യാസം എത്രയാ? 1. ആ വ്യത്യാസം കൊണ്ട് ഈ റേഷ്യോയെ ഗുണിക്കാൻ പോവുക. അപ്പോൾ എത്രയായി? 7:5 തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ 2 റേഷ്യോയെ മാറ്റി ഞാൻ വേറെ 2 റേഷ്യോ ആക്കി മാറ്റി. ഇതാണ് നമ്മുടെ പുതിയ 2 റേഷ്യോ. ഇനി ഇവനെ എടുക്കാവുള്ളൂ. ഇത് ശരിയാണ്. 6:4ഉം 7:5. 3:2നെ 6:4 എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. ഈ റേഷ്യോയിൽ രണ്ടിടത്തും ഒരേ മാറ്റം വരുത്തി. 2നെ ഞാൻ 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പം അത് 6:4 എന്ന് പറയുന്നത് 3:2 എന്ന് പറഞ്ഞാൽ ഒരേ റേഷ്യോ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി എന്ന് ഓർത്ത് ഒരു കുഴപ്പം വരികയില്ല. അപ്പോൾ ഇനി കണക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട റേഷ്യോ 6:4ഉം 7:5 ആണ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, 6 7 ആയിട്ട് മാറി, 4 5 ആയിട്ട് മാറി. റേഷ്യോയിൽ ഉണ്ടാകുന്ന വർധനവ് ഇപ്പോൾ ഒരേപോലെയല്ലേ? അപ്പോൾ അങ്ങനെ ഒരേപോലെ ആക്കാനാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തത്. ഞാൻ എന്താ ചെയ്തേ? ഈ റേഷ്യോയുടെ വ്യത്യാസം അതെനിക്ക് 2 കിട്ടി. ആ 2 കൊണ്ട് ഈ റേഷ്യോയെ ഗുണിച്ചു. അപ്പോൾ അത് 6:4 ആയി. ഇനി ഈ റേഷ്യോയുടെ വ്യത്യാസം അത് 1. അതുകൊണ്ട് ഈ റേഷ്യോയെ ഗുണിച്ചു. അപ്പോൾ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരിക. അങ്ങനെയാണ് ഈ 2 റേഷ്യോയുടെയും വർധനവ് ഞാൻ ഒരേപോലെ ആക്കിയത്. മനസ്സിലായോ? ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കിയേ, രണ്ടിടത്ത് 1 യൂണിറ്റ് കൂടി. ഞാൻ 2 സംഖ്യയോടും കൂട്ടിയത് എത്രയായിരുന്നു? 4 വീതം കൂട്ടുക ചെയ്തേ അല്ലേ? 4 വീതം കൂട്ടിയപ്പോൾ റേഷ്യോയിൽ 1ൻ്റെ വർധന ഉണ്ടായി. അപ്പോൾ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 4 ആണ്. റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 4 ആണ്. അപ്പോൾ റേഷ്യോയുടെ 6 എന്ന് പറഞ്ഞാൽ 6 × 4 24 ആണ്. റേഷ്യോയുടെ 4 എന്ന് പറഞ്ഞാൽ 4 × 4 16 ആണ്. അപ്പോൾ സംഖ്യകൾ 24ഉം 16ഉം ആണ്. നമ്മൾ ഈ റേഷ്യോയിനെ മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറ്റി. ഇനി ഇത് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഇതിൽ വെച്ചാണ് എല്ലാ കണക്കും ചെയ്യേണ്ടത്. ഇത് തന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും. അതായത് സംഖ്യകൾ ആദ്യം 3:2 എന്ന അംശബന്ധത്തിലായിരുന്നു. ഈ 2 സംഖ്യകളുടെ കൂടെയും 4 കൂട്ടി അല്ലേ? അപ്പോൾ അംശബന്ധം 7:5 ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം 3:2 എന്ന റേഷ്യോ 7:5 ആയി. രണ്ടിടത്തും 4 കൂട്ടിയേ.
അപ്പോൾ റേഷ്യോയിലുണ്ടായ ചേഞ്ച് നോക്കിയപ്പോൾ 3 എന്ന റേഷ്യോ 7 ആയിട്ട് മാറി, 2 എന്ന റേഷ്യോ 5 ആയിട്ട് മാറി. അതായത് 3 7 ആയിട്ട് മാറിയാൽ റേഷ്യോയിൽ 4ന്റെ വർധനവുണ്ടായി. 2 5 ആയിട്ട് മാറിയാൽ റേഷ്യോയിൽ 3ന്റെ വർധനവുണ്ടായി. അപ്പോൾ രണ്ടിടത്തും റേഷ്യോയ്ക്കുണ്ടായ ചേഞ്ച് സെയിം അല്ല. സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് പോലെ പെട്ടെന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ സെയിം അല്ല. അതുകൊണ്ട് ഇത് സെയിം ആക്കണം. റേഷ്യോയ്ക്കുണ്ടാകുന്ന ചേഞ്ച് സെയിം ആക്കിയാൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ സെയിം ആക്കാൻ വേണ്ടി ഞാൻ ചെയ്ത രീതി ഒന്നുമില്ല പിള്ളേരെ, വളരെ സിമ്പിളാണ്. ഇനി അങ്ങോട്ടെല്ലാം നമുക്കിത് യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ വ്യത്യാസം എടുത്തു ഈ 2 റേഷ്യോടെ എത്രയാണ്? അത് 2 അല്ലേ? ഈ 2 കൊണ്ട് മുകളിലത്തെ റേഷ്യോയെ ഗുണിച്ചു. അപ്പോൾ എത്രയായി? 6:4. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ റേഷ്യോ. ഓക്കെ, ഇനി ഈ 2 റേഷ്യോയുടെ വ്യത്യാസം എടുത്തു. അതെത്രയാണ്? 1. ആ 1 കൊണ്ട് താഴത്തെ റേഷ്യോയെ ഗുണിച്ചു. ഇവിടെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് തന്നെയാണ്? അത് തന്നെ 7:5. ഇതാണ് നമ്മുടെ പുതിയ 2 റേഷ്യോസ്. ഇനി ഇത് വെച്ചേ കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ റേഷ്യോ 6:4, അത് കഴിഞ്ഞ് 4 കൂട്ടിയപ്പോൾ ഉള്ള റേഷ്യോ 7:5. ഇനി ഇത് വെച്ച് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ റേഷ്യോ. ഇതിനോടുമാണ് 4 കൂട്ടിയത്. അപ്പോഴാണ് 7:5 എന്ന റേഷ്യോയിലേക്ക് മാറിയത്. ഇപ്പം നോക്കിക്കേ, റേഷ്യോയിൽ ഉണ്ടാകുന്ന വർധന ഒരേപോലെയല്ലേ? 6 7 ആയി, 4 5 ആയി. അപ്പോൾ റേഷ്യോയിൽ 1ന്റെ വർധന ഉണ്ടായി 4 കൂട്ടിയപ്പോൾ. അപ്പോൾ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 4. ഇനി റേഷ്യോയുടെ 6 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. 1 4ന് തുല്യമാണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ 6 4 24ന് തുല്യം ആക്ച്വൽ ആയിട്ടുള്ള അല്ലേ? 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 16 ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യകൾ 24 16 അപ്പോൾ നമ്മൾ ചെയ്ത രീതി വ്യക്തമാണോ? ഇതുകൂടെ 1 2 കണക്ക് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2 സംഖ്യകൾ 3:1 എന്ന അംശബന്ധത്തിലാണ്. അവ ഓരോന്നിനോടും 15 വീതം കൂട്ടിയപ്പോൾ അവ 7:4 എന്ന അംശബന്ധത്തിലായി. എങ്കിൽ അവയിൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ എങ്ങനെ ഈ ചോദ്യം ചെയ്യുന്നതെന്ന് നോക്കാം. സംഖ്യകൾ 3:1 എന്ന അംശബന്ധത്തിലാണ് തുടക്കത്തിൽ. ഈ സംഖ്യകളോട് 15 വീതം കൂട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 സംഖ്യകളോടും 15 വീതം കൂട്ടിയപ്പോൾ റേഷ്യോ 7:4 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3:1 ആയിരുന്നു റേഷ്യോ. അവയോട് 15 വീതം കൂട്ടിയപ്പോൾ 7:4 ആയിട്ട് മാറി. എങ്കിൽ ഇതിൽ വലിയ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, 2 സംഖ്യകളോടും 15 കൂട്ടിയത്. അപ്പോൾ റേഷ്യോയിലുള്ള വർധനവ് നമുക്ക് നോക്കാം. ഇവിടെ 3 7 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 4 റേഷ്യോയിൽ കൂടിയത്. 1 4 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 3 റേഷ്യോയിൽ കൂടിയത്. അപ്പോൾ ഇവിടെ റേഷ്യോയിൽ 4ന്റെ വർധനവും ഇവിടെ റേഷ്യോയിൽ 3ന്റെ വർധനവുമാണ്. ഇങ്ങനെ വന്നാൽ ചെയ്യാൻ പറ്റിയല്ല. റേഷ്യോയിലുള്ള വർധന ഒരേപോലെയാണെങ്കിലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ റേഷ്യോയിലുള്ള വർധന ഒരേപോലെ ആകുന്ന രീതിയിലേക്ക് മാറ്റണം. അത് മാറ്റാനുള്ള മെത്തേഡ് നമുക്കറിയാം. ഇവ തമ്മിൽ വ്യത്യാസം എടുക്കണം. ഇവ തമ്മിൽ വ്യത്യാസം 3. ആ 3 കൊണ്ട് ആദ്യത്തെ റേഷ്യോയെ ഗുണിക്കണം. സോ 9:3 വരും. ഇനി ഇവ തമ്മിൽ വ്യത്യാസം എടുക്കണം. ആ വ്യത്യാസം കൊണ്ട് ഈ റേഷ്യോയെ ഗുണിക്കണം. ഈ വ്യത്യാസം 2. ഈ വ്യത്യാസം കൊണ്ട് ഈ റേഷ്യോയെ ഗുണിക്കുമ്പം 14:8 എന്നാകും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ 2 റേഷ്യോസ്. ഇനി ഇത് വെച്ച് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ 9 എന്നുള്ള റേഷ്യോ 14 മാറി, 3 എന്നുള്ള റേഷ്യോ 8 മാറി. എത്ര കൂട്ടിയപ്പോൾ? 15 വീതമാണ് രണ്ടിടത്തും കൂട്ടിയത്. അപ്പോൾ നിങ്ങൾ നോക്കി, 9 14 3 8 മാറി. രണ്ടിടത്തും 5 റേഷ്യോയുടെ വർധനമുണ്ടായത് അല്ലേ? എത്ര കൂട്ടിയപ്പോൾ? 15 കൂട്ടിയപ്പോൾ. അപ്പം റേഷ്യോയുടെ 5 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 15. അപ്പോൾ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 3. റേഷ്യോയുടെ 5 ആക്ച്വൽ ആയിട്ടുള്ള 15. കാരണം റേഷ്യോയിൽ 5ന്റെ വർധനം ഉണ്ടായത് 15 എന്ന സംഖ്യ കൂട്ടിയപ്പം. അപ്പോൾ റേഷ്യോയുടെ 5 ആക്ച്വൽ ആയിട്ടുള്ള 15, റേഷ്യോയുടെ 1 ആക്ച്വൽ ആയിട്ടുള്ള 3. റേഷ്യോയുടെ 1 3. റേഷ്യോയുടെ 9 ആദ്യത്തെ സംഖ്യ. റേഷ്യോയുടെ 3 രണ്ടാമത്തെ സംഖ്യ. റേഷ്യോയുടെ 9 എന്ന് പറഞ്ഞാൽ റേഷ്യോയുടെ 1 3 ആണെങ്കിൽ റേഷ്യോയുടെ 9 27. റേഷ്യോയുടെ 1 3. റേഷ്യോയുടെ 3 എന്ന് പറഞ്ഞാൽ 9. സോ സംഖ്യയിൽ 27 9 അതിൽ വലിയ സംഖ്യ 27. റേഷ്യോയുടെ 5 15 എന്ന് കിട്ടി. കാരണം റേഷ്യോയിൽ 5ന്റെ വർധനം ഉണ്ടായത് 15 കൂട്ടിയപ്പം. അപ്പോൾ റേഷ്യോയുടെ 5 15 ആണെങ്കിൽ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള 3. 1 3 ആണെങ്കിൽ 9 27. 3 എന്ന് പറഞ്ഞാൽ 3 × 3 9. അപ്പോൾ സംഖ്യകൾ 27 9. വലിയ സംഖ്യ 27. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2 സംഖ്യകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. അവ ഓരോന്നിനോടും 4 കുറച്ചപ്പോൾ അവ 2:5 എന്ന അംശബന്ധത്തിലായി. എങ്കിൽ സംഖ്യകൾ ഏവ? അപ്പോൾ എങ്ങനെ കണക്ക് ചെയ്യുന്നേ? ആദ്യം
സംഖ്യകളുടെ റേഷ്യോ 1:2 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം റേഷ്യോ 1:2 ആയിരുന്നു. രണ്ട് സംഖ്യകളോടും 4 കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സംഖ്യകളോടും 4 കുറച്ചപ്പോൾ സംഖ്യകളുടെ റേഷ്യോ 2:5 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സംഖ്യകൾ കാണണം. അപ്പം നിങ്ങൾ നോക്കിയേ, രണ്ട് സംഖ്യയിൽ നിന്നും ഞാൻ വരുത്തിയ മാറ്റം സെയിമാണ്. രണ്ടിനോടും 4 കുറച്ചേ. അപ്പോൾ റേഷ്യോയിലുണ്ടായ ചേഞ്ച് 1 എന്ന റേഷ്യോ 2 മാറി, അതായത് 1 കൂടി. 2 എന്ന റേഷ്യോ 5 മാറി, അതായത് 3 കൂടി. ഇവിടെ 1ന്റെ വർധനവും ഇവിടെ 3ന്റെ വർധനവുമാണ്. അപ്പം ഇങ്ങനെ വന്നാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്ത് മാറ്റമാണെങ്കിലും ഒരേപോലെ വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റേഷ്യോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരേപോലെ ആക്കണം. അതിന് നമ്മൾ മുമ്പേ ചെയ്ത രീതി യൂസ് ചെയ്യണം. ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം 3. ഈ 3 കൊണ്ട് ആദ്യത്തെ റേഷ്യോയെ ഗുണിക്കണം. അപ്പോൾ അത് 3:6 എന്നാകും. ഇവ തമ്മിലുള്ള വ്യത്യാസം 1. ആ 1 കൊണ്ട് ഈ റേഷ്യോയെ ഗുണിക്കണം. അപ്പോൾ അത് 2:5 തന്നെ. ഇപ്പം നിങ്ങൾ നോക്കിയേ, 3:6 എന്ന റേഷ്യോ 2:5 ആയിട്ട് മാറി. 2ൽ നിന്നും 4 എന്ന സംഖ്യ കുറച്ചപ്പോൾ, അതായത് ഒരു റേഷ്യോയുടെ കുറവാണ് ഉണ്ടായത് 4 കുറച്ചപ്പോൾ, അല്ലേ? 3:6 ആയിരുന്നു റേഷ്യോ, 2:5 ആയിട്ട് മാറി. അതായത് രണ്ടിടത്തും 1 വീതം റേഷ്യോ കുറഞ്ഞു. അതായത് 4 കുറച്ചപ്പോഴാണ് ഈ ഒരു റേഷ്യോയുടെ കുറവുണ്ടായത്. അപ്പോൾ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള 4. കാരണം റേഷ്യോ 1 കുറയാൻ കാരണം രണ്ടിടത്തു നിന്നും 4 കുറച്ചത് കൊണ്ടാണ്. അപ്പോൾ റേഷ്യോയുടെ 1 ആക്ച്വലായിട്ടുള്ള 4. അപ്പോൾ റേഷ്യോയുടെ 3 ആണ് ആദ്യത്തെ സംഖ്യ. റേഷ്യോയുടെ 1 4 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 1 4, അപ്പം 3 എന്ന് പറഞ്ഞാൽ 3 × 4 12. റേഷ്യോയുടെ 6 എന്ന് പറഞ്ഞാൽ 1 4 റേഷ്യോയുടെ. അപ്പോൾ റേഷ്യോയുടെ 6 എന്ന് പറഞ്ഞാൽ 6 4 24. അപ്പോൾ സംഖ്യകൾ 12ഉം 24ഉമായിരുന്നു. ചെയ്ത രീതി വ്യക്തമാണോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. രണ്ട് സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലാണ്. അവ ഓരോന്നിനോടും 5 കുറച്ചപ്പോൾ സംഖ്യകൾ 5:7 എന്ന അംശബന്ധത്തിലായി. എങ്കിൽ ഇവയിൽ വലിയ സംഖ്യ ഏത്? എങ്ങനെയാണ് ചെയ്യുന്നത്? സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 3:4 ആയിരുന്നു സംഖ്യകളുടെ റേഷ്യോ. ഈ രണ്ട് സംഖ്യയിൽ നിന്നും 5 വീതം കുറച്ചു. അപ്പോൾ റേഷ്യോ 5:7 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോയിലേക്ക് നോക്കി. ഇപ്പോൾ 3 എന്ന റേഷ്യോ 5 ആയിട്ട് മാറി, അതായത് 2 കൂടി. 4 എന്ന റേഷ്യോ 7 ആയിട്ട് മാറി, അതായത് 3 കൂടി. അപ്പോൾ രണ്ട് റേഷ്യോയിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് സംഖ്യകളിൽ നിന്നും 5 കുറച്ചപ്പോൾ ഉണ്ടായ ചേഞ്ച്, ഒരു റേഷ്യോ 2 കൂടി 5 ആയി, മറ്റൊരു റേഷ്യോ 3 കൂടി 7 ആയി. അപ്പോൾ റേഷ്യോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരുപോലെയല്ല. റേഷ്യോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരുപോലെ ആക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്, ഇത് നമ്മൾ വ്യത്യാസം എടുത്തു 2. ഇതുകൊണ്ട് മുകളിലത്തെ റേഷ്യോയെ ഗുണിച്ചു 6:8 ആകും. ഇത് നമ്മൾ വ്യത്യാസം എടുത്തു 1. ഈ താഴത്തെ റേഷ്യോയെ ഗുണിച്ചു 5:7 ആകും. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, ഇതാണ് നമ്മുടെ പുതിയ രണ്ട് റേഷ്യോസ്. ഇനി ഇതിലിട്ട് വേണം കണക്ക് ചെയ്യാൻ. അപ്പോൾ 6 എന്ന റേഷ്യോ 5 ആയിട്ട് മാറി, 8 എന്ന റേഷ്യോ 7 ആയിട്ട് മാറി. അതായത് രണ്ടിടത്തും ഒരു റേഷ്യോയുടെ കുറവുണ്ടായി. എപ്പോൾ? രണ്ട് സംഖ്യയിൽ നിന്നും 5 കുറച്ചപ്പോൾ, അല്ലേ? അപ്പോൾ 5 കുറച്ചപ്പോൾ റേഷ്യോയിൽ 1ൻ്റെ കുറവുണ്ടായി. അപ്പോൾ റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള 5. റേഷ്യോയുടെ 1 ആക്ച്വലായിട്ടുള്ള 5. അപ്പോൾ റേഷ്യോയുടെ 6 എന്ന് പറഞ്ഞാൽ 6 × 5 30. റേഷ്യോയുടെ 8 എന്ന് പറഞ്ഞാൽ 5 × 8 40. അപ്പോൾ അതിൽ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 40. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? റേഷ്യോയുടെ 1 5. അതെ, റേഷ്യോയുടെ 1 5. അപ്പോൾ റേഷ്യോയുടെ 6 എന്ന് പറഞ്ഞാൽ 1 5 ആണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ 6 × 5 അല്ലേ 30. റേഷ്യോയുടെ 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ റേഷ്യോയുടെ 8 എന്ന് പറഞ്ഞാൽ 8 × 5 40. അപ്പോൾ വലിയ സംഖ്യ 40. അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം എളുപ്പത്തിൽ ചെയ്യുന്ന ട്രിക്ക് അല്ലെങ്കിൽ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു മോഡൽ ചോദ്യവുമായി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്